അടുക്കുകളായി ഒഴിച്ചുണ്ടാക്കുന്നത് കൊണ്ട് അടുക്ക് റൊട്ടി, കിണ്ണത്തിൽ ഒഴിച്ചുണ്ടാക്കുന്നത് കൊണ്ട് കിണ്ണ റൊട്ടി. ഇനിയിപ്പോൾ പൂവിൻ്റെ ഇതള പോലെ ഇരിക്കുന്നത് കൊണ്ടാവാം ഇതളു റൊട്ടി. പേരെന്തോ ആയിക്കോട്ടെ, തലശ്ശേരിക്കാരുടെ ഈ വിഭവമാണ് ഇന്നത്തെ താരം. 2-3 മണിക്കൂർ കുതിർത്ത് വെച്ച കൈമ അരിയോ റോ റൈസോ എടുക്കുക. തേങ്ങയുടെ അളവ് കൂടുന്തോറും സോഫ്റ്റ് ആവും. ഏലക്കാപ്പൊടിയും ഉള്ളിയും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. ബാറ്റർ നല്ല തിന്നായിരിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. ഇനി നെയ്യ് പുരട്ടിയ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അധികം കട്ടിയായിട്ട് ഒഴിക്കരുത് കേട്ടോ. ഫസ്റ്റ് ലെയർ സ്റ്റീം ചെയ്യാൻ വെക്കുക. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് കുക്കായിട്ടുണ്ടാവും. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നെക്സ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഒരു 5 ലെയർ ആവുന്നത് വരെ തുടരുക. ബീഫ് കറിയും കൂട്ടി കഴിച്ചാൽ പൊളിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഉമ്മ ഇതുപോലെ ഫ്രൈ ചെയ്താണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു മസാലയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം എങ്ങനെയാണ്, ട്രൈ ചെയ്ത് നോക്കല്ലേ?